ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നല്ല എനർജറ്റിക് ആയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡെലിവറി സ്റ്റോറിയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല തോന്നുന്നു. ഓക്കെ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എൻ്റെ സൺ. അപ്പോൾ നമ്മൾ ഇതുവരെ ഞാനും അവനും കൂടി വീഡിയോസ് എടുത്തിട്ടുണ്ടെന്നല്ലാതെ അവൻ ഫസ്റ്റ് ആയിട്ടാണ് യൂട്യൂബിന് വേണ്ടി നിങ്ങൾ എല്ലാവരെയും കാണാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അവനെ പോയിട്ട് എടുത്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ മോൾ അല്ലേ. അവൻ്റെ പേര് ഇഷ്വിൻ ഹേസൽ എന്നാണ്. ഫസ്റ്റ് ടൈം ആണ് കണ്ടോ, നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവരെയും നോക്കി ചിരിക്കുന്നുണ്ട്. എല്ലാവരോടും ഹായ് പറയും. ഹായ്. കണ്ടോ, വാട്ട് ടൈമിങ്. എല്ലാവരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവരോടും ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗിലും കാര്യങ്ങളിലൊക്കെ ഒരുമിച്ചുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തുകൂടാ എന്നുള്ളത് എനിക്കൊരു ഇത് തോന്നി. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് ഹെയ്സൂനെ അവിടെ കെടുത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, വേറെ ഒന്നുമില്ല, എൻ്റെ പോകുന്നു വരുന്നു അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമില്ല, ഞാൻ ഓൾറെഡി സ്റ്റാർട്ടായി റെഡി ആവാനായിട്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആവട്ടെ. ഞങ്ങളില്ല, ഞാൻ മാത്രമാണ് പോകുന്നത്. ഹെയ്സൂന് അച്ഛനാണ് നോക്കുക. അച്ഛനും ഹെയ്സും കൂടി ഇവിടെ ചില്ലിയും അല്ലേ. അമ്മ പോയിട്ട് വരുമ്പോഴത്തേനും അമ്മ ഒരു 2 hours പോയിട്ട് വരും. എനിക്ക് ആഫ്റ്റർനൂണാണ് എക്സാം, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഊബറിൽ പോയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബായ്. ഇനി വേറെ വീഡിയോയിൽ വരാമെന്ന് പറയൂ, വേറെ വീഡിയോയിൽ ഞാൻ വരാമെന്ന് പറയൂ. ഓക്കെ, അപ്പോൾ ഓക്കെ. ഇതൊരു പെർഫെക്റ്റ് വ്ളോഗ് ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ക്യാമറ ആംഗിൾ, ക്യാമറ പിടിക്കുന്നത്, എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ തോന്നിയൊരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എൻ്റെ ഫാൻസ്, കുറേ യൂട്യൂബ് ഫാൻസ് കുറേ പേരുന്നിട്ട് വളരെ കുറച്ച് മെമ്പേഴ്സുള്ള ചെറിയൊരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതും പ്രോപ്പറായിട്ട് ആക്റ്റീവ് അല്ല. വിലകാലത്ത് ഇപ്പോൾ ഏതെങ്കിലും വീഡിയോ ഇടും, അത് കഴിഞ്ഞാൽ പിന്നെ പോവും, പിന്നെ വീണ്ടും വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ ഒരു ട്രോഫി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഞാൻ ബാക്കിയുള്ള കുറച്ച് ക്ലിപ്പുകളായിട്ട് എടുത്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫർദർ ഏതെങ്കിലും നിങ്ങൾക്ക് അത് യൂട്യൂബ് വീഡിയോസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സോ ഗൈസ്, ഞാൻ പോസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്യാം. അതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇന്നത്തെ അല്ല, ഞാൻ അവിടെ പോയി വരുന്നത് വരെ കുറച്ച് വിശേഷങ്ങളാണ്, അത് നമുക്ക് കാണാം. ഞാനപ്പോൾ എക്സാമിനായിട്ട് ഇറങ്ങി കേട്ടോ. 2 o'clock എക്സാം, വരെ ഇപ്പം തന്നെ 1:30 കഴിഞ്ഞു. മോന് പാലൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിയത്, അല്ലെങ്കിൽ പിന്നെ അവൻ തിരിച്ചു വരുമ്പോഴത്തേനും ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, വരും. അപ്പോൾ നല്ല വെയിലാണ്, വെയിലത്ത് പോകാനാണ് പാട്. പക്ഷേ പെട്ടെന്ന് എത്താൻ ഈ ട്രാഫിക്കിൽ അതായിരിക്കും നല്ലത്. ഓട്ടോ ഒക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ട്രാഫിക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. നല്ല വെയിലായതുകൊണ്ട് ആരും പുറത്തില്ല കേട്ടോ. എല്ലാ ആളുകളും വീടിൻ്റെ ഉള്ളിൽ AC ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഒരു കണക്കിന് ഉച്ചയ്ക്ക് എനിക്ക് എക്സാം ആയത് നന്നായി. എല്ലാതാണെങ്കിൽ പറഞ്ഞ പോലെ കാലത്ത് ഭയങ്കര ഹർബറിയായിട്ട് ഓടേണ്ടി വരും. ഇപ്പോൾ പിന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ തീർത്ത് അവനെ നല്ല സേഫാക്കി ഉറക്കി കിടത്തിയിട്ടാണ് പോന്നിട്ടുള്ളത്. ഇനി അവിടെ കറക്റ്റ് ടൈമിങ്ങിന് എത്തണം, ക്ലാസ്സിൽ കയറണം, അതൊക്കെ ഒരു ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു 3 to 4 minutesലെത്തും വണ്ടി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ടൈം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ലേറ്റ് ആയെന്നുണ്ടെങ്കിൽ കാണിക്കില്ല. എക്സാം കഴിഞ്ഞു, ഞാൻ ലിഫ്റ്റ് കയറിയേക്കാണ്. ഓക്കെ ആയിരുന്നു, എഴുതിയിട്ടുണ്ട്. ഇനി വീട്ടിൽ എന്താണ് മോൻ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെ എത്താനുള്ളൊരു ഇതാണ്. ഞാനിപ്പോൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് നടന്നു കിട്ടാം. ഞാൻ ഗുരുനാനക് കോളേജിലാണ് കേട്ടോ എക്സാം. ചെന്നൈയിലുള്ള കുറച്ച് പേർക്ക് അറിയായിരിക്കും, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ്. അപ്പോൾ ഇനി പുറത്ത് കടന്നിട്ട് വേണം നമുക്ക് ഊബർ ബുക്ക് ചെയ്യാൻ. ഇതിനകത്തോട്ട് കുറേ ബ്ലോക്കുകളുള്ള കാരണം അവർക്കും കൺഫ്യൂഷനാവും, നമുക്കും കൺഫ്യൂഷനാവും. എക്സാം എഴുതി ഞാനാകെ ടയേർഡായി ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനിനി പോകുമ്പോഴുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് എടുക്കാം. ഹലോ, അപ്പോൾ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞെത്തിയിട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഹേസു ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ കോമ്പൗണ്ടിൽ. ഹേസു ഇവിടെ നോക്കാം. ഹേസു ഭയങ്കര സന്തോഷത്തിലാണ്, നടക്കാൻ പോകാൻ പറ്റിയ സന്തോഷത്തിലാണ്. അവയ്ക്ക് അതിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ഥലങ്ങളൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ എല്ലാ കുറച്ച് നാൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടാവും. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ പരിസരങ്ങളും സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. നാട്ടിലൊക്കെ നല്ല മഴയാണെന്നറിയാം, പക്ഷേ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഈ ഒരു സമയത്തും സൂര്യനൊന്നും അസ്തമിച്ചിട്ടില്ല, നല്ല വെയിലുണ്ട്. ഇനി അസ്തമിക്കാൻ ഒരു 6:15 ഇപ്പോൾ 6 മണി സമയം, വൈകിട്ട് ഒരു 6:15 സമയമൊക്കെ ആവും.
അപ്പോൾ ഹേസുവിനെ ഇപ്പോൾ ഈ കങ്കാരു ബാഗിലിട്ടിട്ടാണ് നമ്മൾ പുറത്തേക്കൊക്കെ ഇറക്കാറ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് അത്ര വെയിറ്റ് ഉണ്ടാവില്ല ആളെടുത്തുകൊണ്ട് നടക്കാനായിട്ട്. അടിപൊളിയായിട്ട് എടുത്തുകൊണ്ട് ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. കണ്ടോ, കാലൊക്കെ ഇട്ടിങ്ങനെ അടിച്ച് കളിച്ച് കാഴ്ചക്ക് കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എടുക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്, അവളുടെ പൊസിഷൻ ശരിയായില്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇതാകുമ്പോൾ പിന്നെ അവനും കംഫർട്ടാണ്, നമുക്കും കംഫർട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു കുട്ടി വ്ളോഗിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു ഹോൾ ഫാമിലി ഒരു വീഡിയോനകത്ത് വരുന്നത്. അപ്പോൾ ഇനി വീഡിയോസൊക്കെ ഇടയ്ക്കും തലയ്ക്കായിട്ടുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം നമ്മുടെ തിരക്കുകൾ കാരണം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്നില്ല. എന്നാലും ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഹേസുവിനെയും കൂട്ടിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് കൂടുതലുണ്ടാവും. എല്ലാ വ്ളോഗിലും ഹേസുവിനെയും കൊണ്ടുവരാൻ ഞാൻ നോക്കാം. കുറേ ഹേസു ഫാൻസ് ഉണ്ട് എന്നറിയാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ടാറ്റ പറയും, ടാറ്റ പറയും എല്ലാവരുടെ അടുത്തും. ടാറ്റ ബൈ എന്ന് പറയും. ബൈ എന്ന് പറയും.